ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ദാന. അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരു സ്റ്റഡി വ്ളോഗും തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ്. ഇത് ഞാൻ കുറേ ദിവസമായിട്ടോ ഈ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയുള്ള നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ആയപ്പോൾ ഞാൻ വോയിസ് കൊടുത്തതാണ്. അപ്പോൾ നമ്മളെ ഫ്ലഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ദിവസം ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനെടുത്തൊരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അന്ന് എനിക്ക് പ്ലാൻ കിങ്ഡ് ആണെന്ന് തോന്നുന്നു, അനിമൽ കിങ്ഡ് ആണോ പ്ലാൻ കിങ്ഡ് ആണോ എന്ന് ഓർമ്മയില്ല. ഒരു ചാപ്റ്റർ ഞാൻ പഠിക്കുന്നത് ഞാൻ എക്സാം വിന്നറാണെന്ന് തോന്നുന്നു, എക്സാം വിന്നറോ സൈലോ ഏതൊരു ഇത് നോക്കിയിട്ടായിരുന്നു ഞാൻ ക്ലാസ് കണ്ടിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ ഒരു സ്റ്റഡി വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ചാപ്റ്റർ തീർക്കാനും നോക്കുമ്പോൾ കുറച്ച് സ്പീഡ് പോകുമ്പോൾ ഇടയ്ക്കൊന്നും മനസ്സിലാവാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ്സൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഏത് ക്ലാസ്സാണ് പ്രിഫർ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്ലാസ്സും കാണാറുണ്ട്. നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പം ആദ്യം കിട്ടുന്ന ക്ലാസ് എടുക്കും. അത് കംഫർട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കാണാറുണ്ട് കേട്ടോ. പിന്നെ പഠിക്കാതിരിക്കുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാം മറന്നു പോകും, കാരണം എന്താ ചെയ്യാനുള്ളത് നോക്കി. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട്. പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് അന്നന്നെ ചെയ്ത് തീർക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ അന്നന്നെ ഞാൻ പരമാവധി ചെയ്ത് തീർക്കാറുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഞാൻ ചെയ്ത് തീർക്കാറാണ് കേട്ടോ. പിന്നെ നോട്ട്സൊന്നും ഞാൻ അങ്ങനെ പെൻഡിങ് വെക്കാറില്ല. ഇനിയിപ്പോൾ ഞാൻ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അന്ന് തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നോട്ട് മേടിക്കാറുണ്ട്. പിന്നെ ഒരുപാട് നോട്ട്സ് ആകുമ്പോൾ പിന്നെ നമുക്ക് ആ സ്പേസ് വിടാൻ പറ്റില്ല. കാരണം നമ്മൾ ഫ്രണ്ടിൻ്റെ ബുക്ക് നോക്കിയിട്ട് സ്പേസ് വിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ കുറച്ചും കൂടി ബോൾഡാക്കി കുറച്ച് വലുപ്പത്തിൽ എഴുതുന്ന ആളാണ്. അപ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് സ്പേസ് കിട്ടാൻ ജസ്റ്റ് ബാക്കി വരും. അപ്പോൾ നമ്മൾ ഇനി അത് എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് എഴുതാൻ വിചാരിച്ചാൽ അത് റഫിൽ എഴുതുമ്പോൾ അതും ഇതൊക്കെ കൂടിയായിട്ട് ഭയങ്കര ബേർഡൻ ആവും. അപ്പോൾ ഞാൻ പോകാത്തതുണ്ടെങ്കിൽ അന്ന് തന്നെ എനിക്ക് ഫ്രണ്ട്സൊക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ആ ഫ്ലഡൊക്കെ വന്ന സമയത്ത് ലീവ് ഇട്ട സമയത്ത് ഞാൻ പരമാവധി കുറേ പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലാവാത്തൊക്കെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നോട്ട്സ് എഴുതി കംപ്ലീറ്റ് ആക്കാനുള്ളതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എക്സാം വിന്നറിലെ ATRMSൻ്റെ ക്ലാസ്സാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആക്ച്വലി എൻ്റെ അടുത്ത് ഞാൻ ഈ ക്ലാസ് കാണുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. കാരണം ആക്ച്വലി എൻ്റെ അടുത്ത് ഫോണില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഉമ്മയുടെ ഫോൺ വെച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഉമ്മമ്മ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മമാൻ്റെ ഫോണിൽ ക്ലാസ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ആ സമയത്ത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവർ പറയുന്നതൊക്കെ നോട്ടാക്കി ഒരു സ്പൈറൽ നോട്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനിങ്ങനെ ക്ലാസ് കേൾക്കുമ്പോഴും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കുമ്പോഴും ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൈറൽ നോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുറേ കുട്ടികൾ 10th സ്റ്റഡി ടിപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പഠിക്കൽ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ സയൻസിൻ്റെയും ബയോളജിൻ്റെയും മാത്സിൻ്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്ത് ടൈപ്പ് വീഡിയോസാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഞാൻ എൻ്റെ ഒരു 10th ജേണി എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് ഫുൾ A+ മേടിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വീക്കിലെ 7 ഡേയ്സും, അതായത് 7 ഡേയ്സും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടാറില്ല. ഈവനിങ് ആണ് എല്ലാ ദിവസവും എനിക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള സമയം. കാരണം ഞാൻ സ്കൂളും പോകുന്നുണ്ട്. പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ എനിക്ക് ട്യൂഷൻ ഉണ്ട് 4 മണി 4:30 വരെ. അതുകൊണ്ട് എനിക്ക് തീരെ ടൈം കിട്ടാറില്ല കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും. അതാണ് മെയിൻ റീസൺ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ. ഷോർട്ട് പോലും ഇടാനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല. പിന്നെ ഭയങ്കര നെറ്റൊക്കെ വേഗം തീരും. കാരണം വന്നിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ ക്ലാസ് കാണാനുണ്ടെങ്കിലോ വർക്ക് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ എനിക്ക് നോക്കുമ്പോൾ പിന്നെ അങ്ങനെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ സ്റ്റഡി ടിപ്സ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റഡി ടിപ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കംഫർട്ട് ഏരിയയിലിരിക്കുക. ബെഡിലൊന്നിരുന്ന് പഠിക്കാതിരിക്കുക. നല്ലൊരു സ്റ്റഡി ഏരിയ കണ്ടെത്തിയിട്ട്
എന്താ പറയുക ഡൈനിങ് ഹാളിലൊക്കെ ഇരുന്ന് പഠിക്കാൻ, ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ അധികം ആൾക്കാരൊന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊക്കെ ഡൈനിങ് ടേബിൾ അങ്ങനെ ഡൈനിങ് ഹാളൊക്കെ എനിക്കൊരു സ്റ്റഡി ഏരിയ ഉണ്ടെങ്കിൽ പോലും ഞാൻ കൂടുതൽ ഡൈനിങ് ടേബിളാണ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ഞാൻ ബുക്ക് വെക്കാൻ തന്നെ ഒരിക്കലും ഞാൻ ഓർഡറിൽ വെക്കില്ല, മൊത്തം അങ്ങനെ പരത്തിയിട്ടിട്ടായിരിക്കും ഞാൻ പഠിക്കുക. കാരണം അങ്ങനെ പഠിച്ചാൽ എനിക്കൊരു സംതൃപ്തി വരുള്ളൂ. ഫുൾ അച്ചടക്കത്തിലൊന്നും ഇരുന്ന് ഞാൻ പഠിക്കാറില്ല കേട്ടോ, സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ എവിടെ ഇരുന്നാലും എനിക്ക് പഠിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, പഠിക്കാൻ പറ്റും. പിന്നെ എനിക്ക് അത്രയും പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരിക്കും. പിന്നെ ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോൾ നമ്മൾ വെറുതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ആലോചിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് ഇതിലായി ഇരിക്കുമ്പോൾ, ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര അങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഇതിലങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് പോലെ നിങ്ങൾ പഠിക്കുന്ന ഒരു ഏരിയ സെറ്റപ്പ് ചെയ്യുക കേട്ടോ. പിന്നെന്താ, നമ്മൾ പഠിക്കുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് നോട്ട് ഉണ്ടെങ്കിൽ പോലും ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് നോട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. പോട്ടെ, നമുക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെക്സ്റ്റ് വായിക്കുമ്പോഴോ നോട്ട് വായിക്കുമ്പോഴോ നമ്മൾ സൈഡിൽ ചെറിയ സ്പേസൊക്കെ സൈഡിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കുറേ ഇപ്പോൾ നമ്മൾ പുതിയ ടേംസ്, ഇപ്പോൾ മലയാളം മീഡിയം പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ +1 സയൻസ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ കുറേ ടേംസ് നമുക്ക് അറിയാതെ പോകും. അപ്പോൾ അതിൻ്റെ മലയാളം എന്താണെന്നോ അങ്ങനെ എന്തെങ്കിലും പിന്നെ വായിക്കാൻ കിട്ടുമല്ലോ, കുറച്ച് ലാറ്റിൻ വേർഡ്സൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളമൊക്കെ എഴുതുക. പിന്നെ കുറേ വേർഡ് നമുക്ക് ബോട്ടണിയിലും സുവോളജിയിലും ഒക്കെ കിട്ടാത്തതുണ്ടാവും. അപ്പോൾ അതിന് മലയാളം എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഇപ്പോൾ പ്ലാൻ കിങ്ഡം, അതിൽ കുറേ നമുക്ക് പഠിക്കാനുണ്ട്. ബ്രയോഫൈറ്റ്സ് അങ്ങനെ കുറേ പഠിക്കാനുണ്ട് ആൽഗേസിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നല്ല എന്താ പറയുക, ഓരോത്തിനും എക്സാമ്പിൾ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫൈലംസ് അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നിനും നമ്മൾ എക്സാമ്പിൾ ആലോചിച്ചിട്ട് പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ് ആലോചിച്ചിട്ട് അങ്ങനെ ഒന്ന് ഓർത്തെടുത്തിട്ട് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. കാരണം അതൊക്കെ ഭയങ്കര വെയിറ്റേജ് വരുന്ന ഒരു പാഠമാണ് ആനിമൽ കിങ്ഡം ഒക്കെ. കൂടുതൽ പഠിക്കാനുണ്ട്. 11 ഫയലും അങ്ങനെ അതിൻ്റെ പിന്നെ ഓരോ ഇതിൻ്റെ നോട്ടോകോഡ് സെഗ്മെൻറ്റ് അതിൻ്റെ ഒക്കെ ഓരോ ഇതും ഉണ്ടാവും, അതിൻ്റെ ഒക്കെ ഡെഫിനിഷൻസൊക്കെ. അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ ആ ഹാബിറ്റാറ്റ് അതിൻ്റെ ഒക്കെ നോട്ടോകോഡ്, ട്രിപ്ലോപ്ലാസ്റ്റിക് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അതിൻ്റെ ഒക്കെ ഡെഫിനിഷൻ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുക. എന്നിട്ട് ഓരോന്നും എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇതാവും. പിന്നെ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരൊറ്റ ഡയഗ്രാം പോലും വിടാതെ നിങ്ങൾ നോക്കണം കേട്ടോ. എന്നിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കണം. പിന്നെ നീറ്റൊക്കെ പ്രിഫർ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈനും വിടാതെ പെൻസിആർടി ന്യൂ എഡിഷൻ ഉണ്ട്, അപ്പോൾ അതാവും. അപ്പോൾ അത് എല്ലാവരും ന്യൂ എഡിഷൻ അതുതന്നെ. അപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക, അടിച്ച് പെരുക്കി വായിക്കാൻ പാടില്ല, അതേപോലെ വായിക്കുക. അപ്പോൾ ഡയഗ്രാം ഒന്നും ഇതാക്കാൻ പാടില്ല. പിന്നെ എന്താ പറയുക, ഡയഗ്രാം വെച്ചിട്ടൊക്കെ അത് കണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളോട് പിന്നെ എന്താ പറയുക അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതാൻ പറയും. അപ്പോൾ അതൊക്കെ ഡയഗ്രാം നോക്കിയാലേ മനസ്സിലാക്കിയാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് അറിയെങ്കിൽ അത് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനതിലൊരു കുഞ്ഞ് സ്റ്റഡി ടിപ്സും കാര്യങ്ങളും ഞാൻ എങ്ങനെ പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എന്തായാലും വീഡിയോ നല്ല ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഇനി ലാഗൊന്നും വരുത്താതെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇനിയും സ്റ്റഡി ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് സ്റ്റഡി ടിപ്സ് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ ഞാനൊരു ബർത്ത്ഡേ വ്ളോഗും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി അപ്ലോഡ് ചെയ്യാണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.